അടുക്കളയിലെത്തുന്ന ലൈലയോട് മനീഷിനെ കുറിച്ച് അന്വേഷിക്കുന്ന സുമിത്ര. തലേന്ന് മനീഷ് മദ്യപിച്ചു വന്ന കാര്യം ലൈല സുമിത്രയിൽ നിന്നും മറയ്ക്കുന്നു. നന്ദനയുടെ സ്വത്ത് തട്ടിയെടുക്കാനുള്ള തന്ത്രങ്ങളെക്കുറിച്ച് വക്കീലുമായി സംസാരിക്കുന്ന പ്രതാപവർമ്മ. ഉദയനെയും നന്ദനെയും ഈ ഭൂമുഖത്ത് നിന്നും തുടച്ചു മാറ്റിയാൽ മാത്രമേ സ്വത്ത് കൈക്കലാക്കാൻ കഴിയൂവെന്ന പ്രതാപവർമ്മയുടെ വാക്ക് കേൾക്കുന്ന യതീന്ദ്രനും കാർത്തികയും. പനക്കൽ വീട്ടിലെത്തുന്ന പ്രതാപവർമ്മ നന്ദനയ്ക്കെതിരെ മനീഷിനെ ആയുധമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇനി തുടർന്ന് കാണുക. പഴയ സാമൂഹ്യ പാഠം പുസ്തകത്തിലെ രാജാക്കന്മാരുടെ ഭരണപരിഷ്കാരങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. എക്സ് ചക്രവർത്തി വഴിക്കിണറുകൾ കുഴിപ്പിച്ചു, വൈ ചക്രവർത്തി ചോലമരങ്ങൾ നട്ടുപിടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. അതുപോലെ നന്ദനവക കുറേ ഭരണപരിഷ്കാരങ്ങൾ. സുമിത്ര അതിൽ വീണു എന്നാണ് ഞാൻ സംശയിക്കുന്നത്. സാറിന്റെ സംശയം ശരിയാണ്. അമ്മയ്ക്കിപ്പോ നന്ദേച്ചെന്ന് വെച്ചാ വലിയ കാര്യമാണ്. അതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. നന്ദന സഹായിച്ചത് സുമിത്രയെയാണ്. ഇനി മറ്റൊരു കാര്യം, അമ്മമാര് രണ്ടാണെങ്കിലും മനീഷിന്റെയും നന്ദനയുടെയും അച്ഛൻ ഒരേ ഒരാളാണ്, സാക്ഷാൽ ശിവരാമൻ. മൂപ്പർക്ക് നന്ദനയോട് ഒടുക്കത്തെ പാർഷ്യാലിറ്റി ആയിരുന്നു എന്ന് പനക്കലെ ഈ നിൽക്കുന്ന പുൽനാമ്പുകൾക്കൊക്കെ അറിയാം. ആ പക്ഷാഭേദത്തിന്റെ ഭാഗമായിട്ടാണ് 40 സെന്റ് സ്ഥലം ശിവരാമൻ അവളുടെ പേരിൽ വാങ്ങിച്ച് രജിസ്റ്റർ ചെയ്ത് കൊടുത്തത്. കുന്നത്തൂർ കോവിലകത്ത് കെട്ടിലമ്മയായി വാഴുന്ന നന്ദനയ്ക്ക് ഈ നാട്ടിൽ എന്തോത്തിനാ അനിയ ഈ 40 സെന്റ് സ്ഥലം? ആ സ്ഥലത്തിന്റെ കാര്യത്തില് നന്ദേച്ചി ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്. എന്ത് തീരുമാനം? അത് അമ്മയുടെ പേരിൽ എഴുതി കൊടുക്കുമെന്ന്. എങ്ങനെ? ഈ വീടും പറമ്പും കൂടാതെ 40 സെന്റ് സ്ഥലവും സുമിത്രയ്ക്കോ? അങ്ങനെ പറഞ്ഞത്. ഓ പാവം, അപ്പോഴും മനീഷിനൊഴിവാക്കി എന്റെ വടക്കുന്നാഥ. പന്തിയില് പക്ഷപാതം കേട്ടിട്ടുണ്ട്, എന്നാലും ഒരേ പന്തിയില് ഇത്രയും വ്യത്യാസത്തില് 2 വിളമ്പ് ഞാൻ ആദ്യമായിട്ട് കാണുക. എന്നിട്ട് മനുഷ്യ കുട്ടാ, നീ പ്രതികരിച്ചില്ലേ? ഞാൻ എന്ത് ചെയ്യാനാ? റിയാക്ട് ചെയ്യണം. അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തണം, പിടിച്ചെടുക്കണം. അല്ല, ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യാനാ? സാറിന് ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞിട്ടങ്ങ് പോയാൽ മതി. എന്നാലേ നീയും വാടക എന്റെ കൂടെ. എങ്ങോട്ട്? തൃശ്ശൂർക്ക്. അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഒരുപാടുണ്ട് ചെയ്യാൻ. ഒരു താവളം നിനക്ക് ഞാൻ ഒരുക്കി തരും. അവിടെ മനീഷ് നങ്കൂരമിടണം. എന്നിട്ടേ പണി അങ്ങോട്ട് തുടങ്ങണം. എന്തു പണി? നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള പണി. അതിന്റെ ഫലമായി നന്ദനയ്ക്ക് ചില കോട്ടങ്ങൾ ഉണ്ടായേക്കാം. അതിൽ ബുദ്ധിമുട്ടുണ്ടോ തനിക്ക്? ഹേയ്, എനിക്ക് ഗുണം ഉണ്ടാവണമെന്നേ ഉള്ളൂ. ഗുഡ്. ഈ മെന്റാലിറ്റിയാണ് വേണ്ടത്. അപ്പോഴേ ഞാൻ പോയിട്ട് ഉടനെ വിളിക്കാം. തൃശ്ശൂർക്ക് പുറപ്പെടാൻ റെഡിയായിട്ട് തോന്നുന്നു. അയ്യോ മോളു, ദേ മനീഷേട്ടൻ ദേ ഇവിടെ നിൽക്കണു. മോളു, ഭാവി ജീവിതം പുഷ്ടിപ്പെടുത്താനുള്ള ചില ഐഡിയാസ് ഞാൻ ഈ കുട്ടിക്ക് പകർന്നു കൊടുക്കുകയായിരുന്നു. ദേ മോളെ ഭാഗ്യവതി കേട്ടോ. ഈ നിൽക്കുന്ന ചേട്ടനില്ലേ, ആളെ വളരെ അംബീഷ്യസാ. ദേ ഇനിയേ വെച്ചടി കേറ്റായിരിക്കും നിങ്ങക്ക്. മോളെ ദേ ഇവനെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കണം കേട്ടോ. ഏത് പൊട്ടന്റെയും പിന്നില് പുരുഷന്റെയും വിജയത്തിന്റെ പിന്നിലെ ഒരു സ്ത്രീ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്നാണ് പ്രമാണം. അപ്പൊ മനുഷ്യ ശേഷം സീൻ തൃശ്ശൂര്. ഓക്കെ, വടക്കുന്നാഥ.
എത്രയായി? 70 രൂപ. 60 പോരെ? 60-ന്റെ കാലം കഴിഞ്ഞു പോയി ചേട്ടാ. ദാ. കമോൺ മനുഷ്യ കമോൺ. ഞാനേ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. രാവിലെ പുറപ്പെട്ടതാ. ഓ, ശുഭസ്യ ശീക്രം എന്നാണ് പണ്ഡിത മതം. നന്ദേച്ചിയും പുള്ളിക്കാരനുണ്ടോ? അവരൊക്കെ വലിയ സർക്കീട്ടിലല്ലേ മോനെ. കാർത്തികേ, ആരാ വന്നിരിക്കുന്നെന്ന് നോക്കൂ. മനീഷുട്ടൻ. കാർത്തികേ, കുട്ടി ക്ഷീണിച്ചു വന്നിരിക്കുക. നാരങ്ങ വെള്ളം കൊടുക്കൂ. കുടിക്കൂ. നല്ല നാരങ്ങ വെള്ളം. പകൽ സമയമായതുകൊണ്ടാ, അല്ലെങ്കിൽ മനീഷിന് കുടിക്കാൻ ഹോട്ടെന്തെങ്കിലും തരായിരുന്നു. അയ്യോ, ഞാനതൊക്കെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. പരിപൂർണമായിട്ട് നിർത്തണമെന്നില്ല. ആണുങ്ങളാവുമ്പേ ചെറിയ സ്മോളൊക്കെ അടിക്കുന്നോണ്ട് യാതൊരു കുഴപ്പമില്ല. അല്ലേ യതീന്ദ്ര? പിന്നല്ലാതെ. ഡെയിലി ആവരുതെന്നേ ഉള്ളൂ. ഓ, നമ്മുടെ സന്ദേശം കിട്ടിയപ്പോഴേക്കും മനീഷ് പൊട്ടി പുറപ്പെട്ടിട്ട് ഇങ്ങോട്ട് വന്നു. അതാണ് ഈ ചെറുപ്പക്കാരന്റെ ശുഷ്കാന്തി. ഈ അനിയന് ധാരാളം തിരക്കുകളുള്ള ആളാ. ആ, വിവരങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കൂ യതീന്ദ്ര. പ്രതാപേട്ടൻ പറ. മനീഷിനറിയാം എന്തിനാ നമ്മൾ വിളിപ്പിച്ചെന്ന്, അല്ലേ മനീഷേ? മുമ്പ് ഇതുപോലെ വന്നതാ ഞാൻ. ഇവിടുത്തെ തുണിക്കടയിൽ പർച്ചേസിംഗ് സെക്ഷന്റെ സൂപ്പർവൈസർ ആക്കാന്നൊക്കെ വാക്കും പറഞ്ഞു. പക്ഷെ പിന്നീട് അനക്കൊന്നും ഉണ്ടായില്ല. അല്ല, അതുപോലാണോ ഇതും? മനീഷ് ചോദിച്ചത് ന്യായം. നാട്ടിലെ ഭേദപ്പെട്ട രീതിയിൽ ഒരു ടെക്സ്റ്റൈൽസ് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ആളാണ് ഈ അനിയൻ. അതിപ്പോഴും നടക്കുന്നുണ്ടാവോ? ആ, ഉണ്ട്. ഒരാളെ ഏൽപ്പിച്ചിരിക്കുക. ഓ, അതെന്തുകൊണ്ടും നന്നായി. അതുകൊണ്ട് മനീഷിന്റെ വിലപ്പെട്ട സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാലോ. മനീഷിന് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? നിൽക്കാലോ. അതായത് ബിസിനസ്സിൽ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റുമെന്ന്. ആ, അത് തന്നെ. അതാ ഉദ്ദേശിച്ചത്. ഓക്കെ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ. തുറന്നു പറയാലോ മനീഷേ, നന്ദനയുടെ വിളച്ചിലിന് ഒരറുതി വരുത്തണം. അതാ ഞങ്ങളുടെ ഉദ്ദേശം. മനീഷിന്റെ ഉദ്ദേശവും അത് തന്നെയാ. നന്ദന നാട്ടിൽ ചെന്ന് സഹായിച്ചതേ ഈ ഇരിക്കുന്ന പാവം സഹോദരനെയല്ല, സുമിത്രയെയാണ്. തറവാട് വാങ്ങിച്ചു കൊടുത്തത് സുമിത്രയുടെ പേരിൽ, സ്ഥലം എഴുതിച്ചതും അങ്ങനെ തന്നെ. പോരാത്തതിന് 40 സെന്റ് വേറെയുള്ളതും രജിസ്റ്ററാക്കി കൊടുക്കാമെന്നുള്ള വാഗ്ദാനവുമുണ്ട്. അപ്പൊ മനീഷ് ചോദിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ആരാണ് ഞാൻ? പനക്കൽ തറവാട്ടിൽ എനിക്ക് എന്തധികാരമാണുള്ളത്? എന്തവകാശമാണുള്ളത്? നന്ദനയുടെ ഔദാര്യം കാത്തു നിൽക്കുന്ന ഒരു വേഴാമ്പലാണോ ഞാൻ? ഈ ചോദ്യങ്ങള് മനീഷ് അവളോട് നേരിട്ട് ചോദിച്ചോ? ഇല്ല. ചോദിക്കാൻ ഈ കുട്ടിക്ക് അവസരം കിട്ടിയിട്ട് വേണ്ടേ? നന്ദനയുടെ പേര് പറഞ്ഞ് നാരായണ ജപിക്കുകയാണ് സുമിത്ര അവിടെ. നിങ്ങൾക്കറിയോ, കല്യാണം കഴിഞ്ഞൊരു ചെറുപ്പക്കാരനായിരിക്കുന്നത്. മനീഷിന്റെ കല്യാണം കഴിഞ്ഞോ? അതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എനിക്ക് ടെൻഷനൊന്നുമില്ല. മനീഷിന് ഉത്തരവാദിത്തങ്ങൾ കൂടിയല്ലോ എന്ന് ആലോചിച്ചതാ. ഭാര്യ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യണില്ല. എന്തെങ്കിലും ചെയ്യാൻ അവിടെ സുമിത്ര അവസരം കൊടുക്കണ്ടേ? അവിടെ അവരുടെ ഏകാധിപത്യമാ, ഇവിടെ ഫലത്തിൽ നന്ദനയുടെ ഏകാധിപത്യവും. ഈ അവസ്ഥയില് മനീഷ് ആരുടെ കൂടെ നിൽക്കും? അതാണ് ചോദ്യം. പറ മനീഷേ. ഞാൻ ആരുടെയും കൂടെ നിൽക്കാം, പക്ഷെ എനിക്ക് ഗുണം ഉണ്ടാവണം. എനിക്ക് ഗുണമുണ്ടായ എന്നെ വിശ്വസിച്ച് നിർത്തുന്നവർക്കും ഗുണമുണ്ടാവും. അതും മനീഷിന്റെ ഗ്യാരണ്ടിയാ. നന്ദനയുമായി നേർക്കുനേറൊരു പോരാട്ടം, അത് ശരിയാവില്ല. അനുകൂല ഘടകങ്ങൾ കൂടുതലും അവളുടെ ഭാഗത്താ. അതുകൊണ്ട് ഒളിപ്പോരാ ബെസ്റ്റ്. മനീഷിന്റെ ഈ ഒരു ബോഡി ലാംഗ്വേജിന് അത് ചേരും. അല്ലേ ചേച്ചി, ഞാനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ല. വിശദമായൊരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട്, എന്നിട്ട് പറയാം. ആ,
അത് മതി. പക്ഷേ ഉറപ്പിനൊരു അഡ്വാൻസ് കിട്ടണം. അതാണല്ലോ അതിൻ്റെതായൊരു രീതി. അല്ലേ ഏട്ടാ? ഒരു 50,000 രൂപ നേരത്തെ കൈപ്പറ്റിയത് മറന്നോ? അല്ല, ഡ്യൂട്ടി ഏൽപ്പിച്ചു തരാത്തത് എന്റെ കുഴപ്പമാണോ ഏട്ടാ? ദേ ഇപ്പൊ ജോലിതാ, ഞാൻ റെഡിയാ. എന്നാലും ഒരു ജോലിക്ക് 2 അഡ്വാൻസ് വേണോ മനീഷേ? നാളെയും നമ്മളൊക്കെ ഒത്തു നിൽക്കേണ്ടവരാ. അതെ, അന്നത്തെ അവസ്ഥയിലും നല്ല ചേച്ചി ഞാനിപ്പോ. ദേ കല്യാണം അങ്ങോട്ട് കഴിഞ്ഞതിന്റെ ക്ഷീണത്തിലാ. ഭയങ്കര ചെലവല്ലായിരുന്നോ? അല്ല, 50,000 കോടിയൊന്നും വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരു അഡ്വാൻസ്, അതൊക്കെ നാട്ടു നടപ്പല്ലേ. ഓ ശരി ശരി. ഒരു ഇടപാടാകുമ്പോൾ അച്ചാരം വാങ്ങിയിരിക്കണം. പക്ഷേ പ്രതാപേട്ട, വെയിറ്റ് മോളെ. അനിയന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ അല്ലേ? കുറെ നാളായി ഇടപാടുകൾ നടത്തിയിട്ട്. എന്നാൽ നാട്ടിൽ ചെന്നാൽ ഉടൻ അത് ആക്ടിവേറ്റ് ആക്കണം. എന്നിട്ട് അക്കൗണ്ട് നമ്പർ അയച്ചു തരണം. എനിക്കല്ല, ഈ ചേട്ടന്. ഓ, IFSC കോഡ് സഹിതം വേണം. അല്ലേ യതീന്ദ്ര? നല്ലൊരു തുക അഡ്വാൻസ് ആയിട്ട് ബാങ്കിൽ എത്തിയിരിക്കും. അപ്പോഴേ അത് ഉറപ്പിച്ച് കൈ കൊടുത്ത് പിരി. കൈ കൊടുക്കുക യതീന്ദ്ര. ചെല്ലേ ചെല്ലേ. എന്നാ അനിയൻ ചെല്ലേ. ബാക്കി ഫോണിലൂടെ. ആയിക്കോട്ടെ. ഓ താങ്ക്സ് ചേച്ചി. ഓ മതി 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 മതി. ഓ പോട്ടെ. എന്തിനാ പ്രതാപേട്ട അവന് പിന്നെ പൈസ കൊടുക്കാന്ന് പറഞ്ഞത്? ചെക്കനെ പിണക്കാൻ പാടില്ല. ഒരേ സമയത്ത് അവൻ ചൂണ്ടയും ഇരയുമാണ്. യൂദാസിന് വേണ്ടി എപ്പോഴും 30 വെള്ളിക്കാശ് നമ്മൾ കരുതി വെക്കണം. അങ്ങനെയാണല്ലോ. അയ്യോ കൊല്ലല്ലേ. മനുഷ്യനെ വണ്ടിടിച്ച് കൊല്ലാൻ നോക്കുന്നു. നിനക്കെത്ര കണ്ണുണ്ടൂടെ? മനീഷ് ഇപ്പൊ ചത്തേനല്ലോ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വന്നേ. അല്ല, സാറിന്റെ വണ്ടിയാ. ആറടിച്ച് ചത്തല്ല നീ. അയ്യോ, ഞാൻ വിചാരിച്ചാലും സ്മാർട്ടാ നീ. നീ ആളൊരു പുലിക്കുട്ടിയാ. ഇങ്ങനെ വേണം ആൺകുട്ടികളായാലും. ഒരു ഡീൽ ഉറപ്പിക്കുമ്പോ ഉചിതമായ രീതിയിൽ അത് ഉപയോഗിക്കണം. നിന്നെ മുൻനിർത്തി കാര്യം സാധിക്കാനാ എന്റെ മോനെ മനീഷേ യതീന്ദ്രന്റെയും കാർത്തികയുടെയും പരിപാടി. മനീഷിന് അവരെ പറ്റി എന്തു തോന്നിയെന്ന് പറ, കേക്കട്ടെ. അല്ല, ശരിപ്പുള്ളികളാണെന്ന് തോന്നുന്നില്ല. ആ കറക്റ്റ്. നമ്മൾ പോലെ മാന്യന്മാരൊന്നുമല്ല യതീന്ദ്രനും കാർത്തികയും. ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട് എന്ന് കേട്ടിട്ടില്ലേ? അതാ അവരുടെ ജോഡിപ്പൊരുത്തം. അവരുടെ ജാതകം നോക്കി വേളി നിശ്ചയിച്ച ജ്യോത്സ്യനെ നമ്മളൊന്ന് നമിക്കണം. അത്ര ചേർച്ചയാ. ഓ അല്ല സാറേ, എന്താ സംശയം? ധൈര്യമായിട്ട് ചോദിക്കടാ. തലയ്ക്കകത്ത് ആൾതാമസമുള്ളവർക്കേ സംശയം ഉണ്ടാവൂ. നീ ചോദിക്കേ. ഞാൻ ഇവിടെ നിൽക്കല്ലേ തടി പോലെ. ഈ യതീന്ദ്രൻ എന്ന് പറയുന്ന ആളെ ഉദയൻ സാറിന്റെ ശരിക്കുള്ള അനിയൻ തന്നെയല്ലേ? ന്യായമായ സംശയം. സ്മാർട്ട്നെസ് മാത്രമല്ല, കൂർമ്മബുദ്ധിയുമുണ്ട് മനീഷിന്. ഉണ്ടല്ലേ? സ്വന്തം മനിയനാണെങ്കിലും ചേട്ടനും ചേട്ടത്തിക്കുമെതിരെ ഇത്ര സ്ട്രോങ് ആയ പാര പണിയാൻ പറ്റത്തില്ലല്ലോ. അതല്ലേ നിന്റെ ഡൗട്ട്? നിനക്ക് സ്വന്തം അനുഭവം ഉദാഹരണമായിട്ട് എടുക്കാം. ഇങ്ങോട്ട് നോക്കിയടാ. നീ ആരാ? ഈ നിൽക്കുന്ന മനീഷ് ആരാണെന്ന്? അല്ല സാറേ, ഞാൻ നന്ദനയുടെ അനിയൻ ആണല്ലോ. എന്നിട്ടും ഇയാൾ നിൽക്കുന്നത്, അഥവാ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് അവളുടെ ശത്രുപക്ഷത്താണല്ലോ. കാരണം എന്താ? അത് പിന്നെ എന്റെ അമ്മയുടെ മോളൊന്നും അല്ലല്ലോ നന്ദേച്ചി. കറക്റ്റ്.
നിങ്ങളുടെ സഹോദര ബന്ധത്തിലെ യഥാർത്ഥത്തിൽ ഒരു ഏച്ചുകെട്ടുണ്ട്. അച്ഛൻ 1, അമ്മ 2. അപ്പ വിരോധാകാം. അതേസമയം യതീന്ദ്രനോ, ഉദയന്റെയും യതീന്ദ്രന്റെയും അച്ഛൻ 1, അമ്മയും 1. എന്നിട്ടും ചേട്ടനെ ഒതുക്കാനുള്ള വഴി നോക്കുന്നു യതീന്ദ്രൻ. യതീന്ദ്രനുമായി താരതമ്യം ചെയ്യുമ്പോ എത്രയോ നല്ല മനുഷ്യരാ മനീഷേ നമ്മള്. അല്ല, ഞാനും അത് തന്നെ വിചാരിക്കായിരുന്നു. സാർ എത്ര നല്ല മനുഷ്യനാ. മനീഷിന് സാറിന് വിശ്വാസമുണ്ടോ? തീർച്ചയായും. യതീന്ദ്രൻ കാർത്തിക ദമ്പതികളെയോ അവര് വിശ്വാസമുണ്ടോ? അല്ല, അങ്ങനെ ചോദിച്ചാല് എന്നാൽ ഞാൻ പറയുന്നു, പൂർണ്ണമായും വിശ്വസിക്കണ്ട. വിശേഷിച്ചും കാർത്തികയെ. കാഞ്ഞ വിത്ത ഭർത്താവിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ കുലീനമായിട്ട് പെരുമാറും. ഒറ്റയ്ക്ക് നമ്മൾ ആണുങ്ങള് അവളുടെ മുന്നിലെങ്ങാനും ചെന്ന് പെടണം. ചെന്നുപെട്ട എന്താ സാറേ? ചെന്ന് പെട്ടാലേ കൊഞ്ചി അങ്ങോട്ട് കുഴയും. ആണോ? നോട്ടം ചാട്ടുളി പോലെ, വാക്കുകൾ തോക്ക് പോലെ. ആണുങ്ങളെ വെടിവെച്ച് താടിയിട്ടളി അവള്. എന്നെ കുറെ മയക്കാൻ ശ്രമിച്ചതാ അവള്. എന്നിട്ട് സാറ് മയങ്ങിയില്ലേ? എവിടെ? അക്കാര്യത്തിലെ വിശ്വാമിത്രന്റെ മനസ്സാ എനിക്ക്. ഒറിജിനൽ മേനകം മുമ്പിൽ വന്ന് കുച്ചിപ്പിടി നടത്തിയാലും ഈ മനസ്സ് ചലിക്കത്തില്ല. സോ പുതിയൊരു ശകുന്തള ജനിക്കാനേ യാതൊരു സ്കോപ്പും ഇല്ല. ദിവാസ്വപ്നം കണ്ടു നിൽക്കാതെ ഇങ്ങോട്ട് നോക്ക്. കാർത്തികയുടെ കണ്ണേറിലും വാക്കേറിലും വീഴരുത് നീ. പനക്കൽ ശ്രീമതി സുമിത്രയുടെ മകനെ ഇങ്ങനെ തൃശ്ശൂര് വന്ന് അന്തം വിട്ട് നിൽക്കരുത്. കാർത്തികയുടെ വാലാകാൻ വേണ്ടിയല്ല. നിനക്ക് നിന്റേതായ ലക്ഷ്യങ്ങളുണ്ട്. അതേസമയം അവൾക്ക് തോന്നണം മനീഷ് സ്വന്തം ആളാണെന്ന്, യതീന്ദ്രന് തോന്നണം അവന്റെ സ്വന്തം ആളാണെന്ന്. അങ്ങനെയേ തോന്നിപ്പിക്കാവൂ. മറിച്ച് കാർത്തികയുടെ സ്വന്തം ആളാ മനീഷെന്ന് യതീന്ദ്രന് തോന്നാൻ പാടില്ല. കഥ വേറെ വഴിക്ക് പോകും മോനെ. മനസ്സിലായോ? മനസ്സിലായോ? അല്ല, അവരില് ആരാ സാറേ കൂടുതൽ സ്ട്രൈറ്റ്? രണ്ടും കണക്കാ. മനീഷ് ഒന്ന് മാത്രം ഓർക്കുക, കാര്യസാധ്യത്തിന് വേണ്ടി അനിയനെ യൂസ് ചെയ്യുക. അതാണ് അവരുടെ ലക്ഷ്യം. കാര്യം നേടിക്കഴിഞ്ഞാൽ, അതായത് നന്ദനയെ തറ പറ്റിച്ചു കഴിഞ്ഞാൽ മനീഷിനെ അവര് കറിവേപ്പിലയാക്കും. പിന്നെ വേസ്റ്റ് പാത്രത്തിലായിരിക്കും അനിയന്റെ സ്ഥാനം. അത് മനസ്സിലാക്കി നീ എന്ത് ചെയ്യണം? അവരെ കറിവേപ്പിലയാക്കണം. അതാണ്. കൊള്ളാലോടോ നീ. ഇനി എന്തിനാ കൂടുതൽ പറയണത്? മനീഷിനെ പയറ്റാനറിയാം. ഇനി വാള് കയ്യിലെടുക്കേ വേണ്ടു. പോയിട്ട് വാ. അടുത്ത തവണ വരുമ്പോൾ ഞാൻ വാള് കയ്യിൽ തന്നിരിക്കും. ഓക്കെ, പോയിട്ട് വാടാ. ചെല്ലടാ. പിന്നെ അങ്ങോട്ട് ചെല്ലടാ. അല്ല, ചെല്ല് ചെല്ല് ചെല്ല്. ആ സാറേ. എന്താടാ? അല്ല സാറേ, ഒരു ചോദിക്കടാ. 500. എന്ത്? അല്ല, ഒരു 500 രൂപ തരുമോന്ന്? ഓയ്യോ. അതെ, ഞാൻ പേഴ്സ് കൊണ്ട് നടക്കാറേ ഇല്ല. ഇപ്പൊ എല്ലാം ഡിജിറ്റൽ അല്ലേ, ക്യാഷ്ലെസ് അല്ലേ. മറന്നു പോയോ കുട്ടാ ഇതൊക്കെ? എന്നാ പിന്നെ ഞാൻ പോവാല്ലേ? പറഞ്ഞോക്കെ ഓർമ്മയില്ലേ? ഓ ഓ, പൈസ മനുഷ്യ ചാറ്റിട്ടാ. ഇവനെ ഞാൻ വിചാരിച്ചതിലും തരികിടയാണല്ലോ. നോക്കാം. വീണ്ടും ചാറ്റാട്ടോ, വീണ്ടും ചാറ്റ.
ഈ മനീഷ് നമുക്കൊരു പാരയാവൂ? കളം മാറി ചവിട്ടാൻ ഒരു മടിയില്ലാത്തവനാ. പെങ്ങളുടെ കൂട്ടത്തില് അവൻ ചേരുവോ കാർത്തികേ? ഏയ്, അതിന് സാധ്യതയില്ല. സൂത്രശാലിയല്ലേ, അവനെ മാക്സിമം പ്രയോജനപ്പെടുത്തണം നമുക്ക്. ആവശ്യം കഴിയുമ്പോ ദേ കറിവേപ്പില പോലെടുത്ത് പുറത്ത് കളയുകയും വേണം. മനീഷിന്റെ മേല് എപ്പോഴും ഒരു നോട്ടം വേണം. ആ ജോലി നമുക്ക് മഹേഷിനെ ഏൽപ്പിച്ചാലോ? മഹേഷിനും ഈയിടെയായിട്ട് കുറച്ച് തലക്കനുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ വെറും മാനേജർ മാത്രം അവൻ. ചിലപ്പോഴത്തെ ഭാവം കണ്ടാത്തൊന്നും അവനാണ് MD എന്ന്. അത്രയും സ്വാതന്ത്ര്യം കൊടുക്കേണ്ടിയിരുന്നില്ല. എന്നാലേ അതിനൊരു വിദ്യയുണ്ട്. മഹേഷിനെ വാച്ച് ചെയ്യാൻ മനീഷിനോട് പറയാം. തമ്മിലറിയാതെ രണ്ടുപേരും തമ്മിൽ നിരീക്ഷണം നടത്തട്ടെ. അതൊരു നല്ല ബുദ്ധിയാ. പക്ഷേ കൂട്ടത്തിൽ സൂക്ഷിക്കേണ്ടതും മനീഷിനെയാ. അവൻ കൂട്ടിനകത്ത് വളർന്ന പാമ്പാ. ദേ അതുപോലെ തന്നെ സൂക്ഷിക്കണം പ്രതാപേട്ടനെ. മനീഷിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് പുള്ളിയല്ലേ. അവര് തമ്മില് എന്തെങ്കിലും ധാരണയുണ്ടാവുമെന്ന് ആർക്കറിയാം? ആരുടെ തോളിലും കൈയിടും പ്രതാപേട്ടൻ. ആരുടെ തോളിലും ചാരാൻ റെഡിയാ മനീഷും. രണ്ടുപേരെ ശ്രദ്ധിക്കണം. അതാ നമുക്ക് ചെയ്യാനുള്ളത്. എന്നാലോ രണ്ടുപേരെ നമ്മൾ മുതലെടുക്കുകയും വേണം.